ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്ന ഒരു പുതിയ ഡിഷ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ്. ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്രോൺസ് ബിരിയാണിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനു മുന്നായി ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഞാനിവിടെ 5 സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ 3 തക്കാളിയും 4-5 പച്ചമുളക്, കൂടാതെ ഒരു കഷ്ണം ഇഞ്ചിയും 7-8 വെളുത്തുള്ളിയും 1 സ്പൂൺ പെരിഞ്ജീരകം കൂടി ഞാൻ മിക്സിയിൽ പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അതൊരു 2 സ്പൂൺ നമുക്ക് വേണം. കൂടാതെ നമ്മുടെ പ്രോൺസ് ബിരിയാണിയിലെ മെയിൻ ആയിട്ടുള്ള പ്രോൺസ് ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ പ്രോൺസ് ഒന്ന് മാഗ്നേറ്റ് ചെയ്യാം. അതിനായി ഞാനിവിടെ ഒരു 1.5 സ്പൂൺ മുളക് പൊടി എടുക്കുന്നുണ്ട്. കൂടാതെ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നമുക്കിതൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. ഞങ്ങളൊരു അരമണിക്കൂറോളം ഇങ്ങനെ മാഗ്നേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമ്മുടെ ചെമ്മീൻ ഇവിടെ ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് വറുത്തെടുക്കാം. അതിന് ഞാനിവിടെ ഒരു 2 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വരട്ടെ. അതിനുശേഷം നമുക്ക് ചെമ്മീൻ കുറച്ച് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെറുതായൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. എല്ലാം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ചീനച്ചട്ടിയിലേക്ക് മസാല തയ്യാറാക്കാം. അതിനായി ഞാനിവിടെ ഒരു 2 സ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. കൂടാതെ 2 സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യും വെളിച്ചെണ്ണയും ഒന്ന് ചൂടായി വരട്ടെ. ഇനി നമുക്കതിലേക്ക് 2 കറുവപ്പട്ടയും 2 ഏലക്കയും ഗ്രാമ്പൂവും ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി നമുക്കതിലേക്ക് 3 സവാള അരിഞ്ഞത് കൂടി ചേർത്ത് നന്നായൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായൊന്ന് വഴറ്റിയെടുക്കാം. അതിനായി ഞാനിവിടെ കുറച്ച് കല്ലുപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്തു. അതുകൂടി നന്നായൊന്ന് വഴറ്റിയെടുക്കാം. സവാളയെല്ലാം നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1.5 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി. ഇവ മൂന്നും കൂടി നന്നായൊന്ന് സവാളയും എല്ലാം കൂടി ചേർത്ത് നന്നായൊന്ന് പൊടിയുടെ എല്ലാം പച്ചമണം മാറുന്ന വരെ നന്നായി ഇളക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 സ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഞങ്ങൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ഗരം മസാലയാണ്. അത് ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് 3 തക്കാളിയും 4 പച്ചമുളകും അരിഞ്ഞത് കൂടി കട്ട് ചെയ്ത് നന്നായൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി പച്ചമുളകെല്ലാം നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു. അതുകൂടി ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് 2 സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. തൈര് കൂടി ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം.
ഇനി നമുക്കിതിലേക്ക് മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി നന്നായി ഇളക്കാം. ശേഷം ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ കൂടി ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം. മസാലയെല്ലാം പ്രോൺസിലേക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് മൂടി വയ്ക്കാം. കുറച്ച് നേരം ഒരു 5-10 മിനിറ്റ് മൂടി വെക്കാം. ഇതെല്ലാം കൂടി നന്നായി തിളച്ച് വരട്ടെ. അങ്ങനെ നമ്മുടെ ചെമ്മീനെല്ലാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി നോക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷ്നട്ട് മിക്സിയിൽ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 4-5 കാഷ്നട്ട് എടുത്ത് ഞാൻ കുതിർത്തതിന് ശേഷം മിക്സിയിൽ അരച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തരുന്നതായിരിക്കും. അതിന് വേണ്ടിയാണ് ഞാനിവിടെ കാഷ്നട്ട് അരച്ച് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് ബിരിയാണി റൈസ് തയ്യാറാക്കാം. അതിനു മുന്നായി നമുക്ക് അരി നെയ്യിലൊന്ന് വറുത്തെടുക്കണം. ഞാനിവിടെ നേരത്തെ ബസ്മതി അരി കഴുകി ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കതൊന്ന് നെയ്യിൽ കുറച്ച് നേരം വറുത്തെടുക്കാം. എന്നിട്ടാണ് ഞാൻ റൈസ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുത്തു. ഞാനിവിടെ 2.5 സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് റൈസ് ഇട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. കുറച്ച് നേരം ഞാൻ ഈ നെയ്യിൽ വറുത്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കിയെടുക്കാം. അതിനായി ഞാനിവിടെ ഒരു 2 സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യ് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് ഗ്രാമ്പുവും 2-3 ഏലക്കയും 2 കറുവപ്പട്ടയും ചേർത്ത് നന്നായി നെയ്യിൽ ഇളക്കിയെടുക്കുന്നുണ്ട്. ശേഷം നമുക്കതിലേക്ക് ഒരു 10 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 5 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 5 ഗ്ലാസ് അരിക്ക് ഞാൻ 10 ഗ്ലാസ് വെള്ളം എന്ന രീതിയാണ് എടുത്തിരിക്കുന്നത്. വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഇനി ഇവയെല്ലാം കൂടി നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അരിയെല്ലാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 സ്പൂൺ നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കാം. ചോറൊന്നും തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ റൈസ് ഇവിടെ 80% വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്യാം. ദം ചെയ്യാനായി ഞാൻ ആദ്യം റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി റൈസിൻ്റെ മുകളിലേക്ക് ഞാനിവിടെ പാലിൽ മഞ്ഞൾപ്പൊടി കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ബിരിയാണിക്ക് കളറിന് വേണ്ടി ഞാനതാണ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ശേഷം അതിലേക്ക് നമ്മുടെ ചെമ്മീൻ മസാല ഇട്ട് കൊടുക്കാം. അതിന് ശേഷം സവാള വറുത്തിടുന്നു. കുറച്ച് പുതിനയിലയും മല്ലിയിലയും കാഷ്നട്ടും മുന്തിരിയും കൂടി ചേർത്ത് അതൊരു ലെയറാക്കാം. ശേഷം അതിലേക്ക് ഇനിയും റൈസ് ഇട്ട് അതുപോലെ തന്നെ എല്ലാം ലെയറാക്കി നമുക്ക് വരാം. ഇനി നമുക്കിതിനെ ദം ചെയ്തെടുക്കാം. അങ്ങനെ ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള പ്രോൺസ് ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്.
വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.